പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ ഈ ബലിയർപ്പണത്തിൽ നമുക്ക് ഭക്തിയോടുകൂടെ പങ്കുചേരാം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം: എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. നമ്മൾ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദൈവത്തോട് കൂടെ അല്ലാത്തവൻ ദൈവത്തിനെതിരാണ്, ദൈവത്തോടുകൂടെ ശേഖരിക്കാത്തവൻ. എന്താണ് നമ്മൾ ശേഖരിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കേണ്ടത്? ഭക്തിയോടുകൂടെ പങ്കുചേർന്ന്, ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് കർത്താവിനോടുകൂടെ ശേഖരിക്കുക. കർത്താവ് ആത്മാക്കളെ ശേഖരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ വളരെ പ്രകടമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുർബാന സമയത്ത് ഫോട്ടോയൊക്കെ എടുത്ത് അലക്ഷ്യമായിട്ടിരുന്ന് അങ്ങനെയാണ് നമ്മൾ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതെങ്കിൽ നമ്മൾ കർത്താവിനോടുകൂടെ ശേഖരിക്കുന്നില്ല. ഇത് ഈ 1 മണിക്കൂറത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കർത്താവിനോടുകൂടെ ശേഖരിക്കുന്നവരായി മാറാം. നമ്മളെ തന്നെ രക്ഷിക്കാൻ കർത്താവ് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവിനോടൊന്ന് സഹകരിച്ചു കൊടുക്കാം. നമ്മളെ ശേഖരിക്കുന്ന കർത്താവിൻ്റെ ആ പ്രക്രിയയിൽ നമ്മൾ തന്നെ ഒന്ന് നിന്നു കൊടുക്കുക. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഈ ബലിഭക്തിയോടുകൂടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി
അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിഞ്ചെല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. പുരോഹിതന്മാരെ, ചാക്കുടുത്ത് വിലപിക്കുവിൻ. ബലിപീഠ ശുശ്രൂഷകരെ, വിലപിക്കുവിൻ. എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ, അകത്ത് ചെന്ന് ചാക്കുടുത്ത് രാത്രി കഴിയുകയും ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ആ ദിനം കഷ്ടം. സർവശക്തനിൽ നിന്നുമുള്ള സംഹാരമായി അത് വരുന്നു. സിയോനിൽ കാഹളം ഊതുവിൻ. എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ. ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനതതി അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെയൊന്ന് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, തലമുറകളോളം ഇനി ഉണ്ടാകുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോട് ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു. അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുടുങ്ങി. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനത്തിനായിരിക്കുന്നു. നീതിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്.
വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അത്തച്ചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അത്തച്ചിത്രമുള്ള ഭവനവും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് എടുക്കാവുന്ന നല്ലൊരു വചനമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. ലൂക്ക 11:23. ലൂക്ക 11:23. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഇത് തന്നെ നമുക്ക് ഒത്തിരി ധ്യാനിക്കാനുണ്ട്. ദൈവത്തോടുകൂടെ ശേഖരിക്കുന്നവരാണോ? ദൈവത്തോടുകൂടെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് പാപികളായി തീർന്ന മനുഷ്യരെ ശേഖരിച്ച് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അപ്പോൾ ഈശോയുടെ പ്രവർത്തനം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. അതിനോടുകൂടി സഹകരിച്ചവളാണ് പരിശുദ്ധ മറിയം. മറിയം ദൈവത്തോടുകൂടെ ശേഖരിച്ചവളാണ്. ഇപ്പം നമ്മൾ ശേഖരിക്കുന്നവരാണോ? ബൈബിളിൽ അപ്പോസ്തലന്മാർ അവർ ശേഖരിക്കുന്നതിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് തുടക്കം മുതലേ കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ, ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ് അത്. മത്തായി 4:20. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായി 4:20. തൽക്ഷണം അവർ വലകളുപേക്ഷിച്ച് അവൻ അനുഗമിച്ചു. തൽക്ഷണം ഇതാണ് കൂടെ ശേഖരിക്കാൻ പുറപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. ഒന്നും ആലോചിച്ച് നിൽക്കുന്നില്ല. പിന്നെ സെബദിപുത്രന്മാർ, അത് മത്തായി 4:22. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവൻ അനുഗമിച്ചു. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ മത്തായി ഈശോയെ അനുഗമിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. അത് 9:9. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. മറ്റൊരു ആലോചനയില്ല, ഉടനെ തന്നെ അനുഗമിക്കുക. ഇത് കർത്താവിൻ്റെ കൂടെ ശേഖരിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ്. കർത്താവിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് ഇറങ്ങിത്തിരിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ബോധപൂർവമാണ് സ്വീകരിച്ചതെങ്കിൽ മാമോദീസ, കുംഭസാരം, കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം, വിശുദ്ധ വിവാഹം, നമുക്കും ഇതേ ഒരു അവസരം ദൈവം തരികയാണ്. ദൈവത്തോടൊപ്പം ശേഖരിക്കാൻ പുറപ്പെടുന്നവരാണ് നമ്മൾ, ദൈവത്തോടൊപ്പം ശേഖരിക്കുന്നവർ. ഇനിയും കൂടെ നിൽക്കാത്തവർ, യഥാർത്ഥത്തിൽ കൂടെ നിൽക്കാൻ തീരുമാനമെടുത്താൽ കർത്താവിൻ്റെ കൂടെ ശേഖരിക്കും. കൂടെ നിൽക്കാത്തവരുടെ ചില കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി ഉണ്ട്. ബൈബിളിലുടനീളം കൂടെ നിൽക്കാത്തവരുടെ കാര്യവും കൂടെ നിൽക്കുന്നവരുടെ കാര്യവും നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ, ലൂക്ക 15:1, അതിലും
പാപികളും ചുങ്കക്കാരും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. രണ്ടാമത്തെ വാക്യം ലൂക്ക 15:2. ഫരിസേയരും നിയമജ്ഞരും പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. പെറുപെറുപ്പ് ഇത് നമ്മൾ കുടുംബ ബന്ധങ്ങളിലാകട്ടെ, അപ്പനും അമ്മയും ഉണ്ട്, അപ്പനോടും അമ്മയോടും കുടുംബജീവിതത്തെ ശേഖരിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പെറുപെറുപ്പുണ്ടാകില്ല. ഇപ്പം സഭയുടെ കാര്യം എടുക്കട്ടെ, ഈശോയായിട്ടുള്ള കാര്യം എടുക്കട്ടെ, ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പെറുപെറുപ്പുണ്ടാകില്ല. ഈശോയോട് ചേർന്ന് നിൽക്കാത്തവരാണ് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കും പെറുപെറുക്കാൻ. അവർക്ക് ഇന്നതൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പെറുപെറുപ്പ് കർത്താവിൻ്റെ കൂടെ ശേഖരിക്കാത്തവരാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തൈലാഭിഷേകം, ഒരു സ്ത്രീ വന്നിട്ട്, മറിയമാണ് ലാസറിൻ്റെ ലാസറിൻ്റെ സഹോദരി മറിയം, അത് വിലയേറിയതും ശുദ്ധവുമായൊരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവൻ ഒറ്റുകൊടുക്കാനിരുന്നവനുമായ യൂദാസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? മനസ്സിലായി? കൂടെ നിൽക്കാത്തവരുടെ വർത്തമാനങ്ങളിൽ ഒന്നാണത്. അവരെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടിരിക്കും. അവന് അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഉടനെ തന്നെ പറയുന്നുണ്ട്. അവനിത് പറഞ്ഞത് അവൻ ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. അപ്പോൾ പെറുപെറുപ്പ്, കുറ്റം പറച്ചിൽ, അതൊക്കെ കൂടെ നിൽക്കാത്തവരുടെ ചില പ്രകടനങ്ങളാണ്, അവരുടെ ചില പ്രത്യേകതകളാണ്. ഇനി ലൂക്കായുടെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിൽ അങ്ങനെ ആ ഇളയ മകൻ തിരിച്ചു വന്നു. അപ്പൻ അവനെ സ്വീകരിച്ചു. അപ്പൻ്റെ കൂടെ നിൽക്കുന്നവനാണെങ്കിൽ മൂത്ത മകൻ കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലല്ലോ. അവനോട് അപ്പൻ സാന്ത്വനങ്ങൾ പറഞ്ഞു, ഒത്തിരി വർത്താനം പറഞ്ഞു അവനോട്, മൂത്ത മകനോട്. എടാ, ഇളയവൻ വന്നല്ലോ. ഇത് ഈ കോപിക്കുക, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക, ഇതൊക്കെ കൂടെ നിൽക്കാത്തതിൻ്റെ ചില മേഖലകളാണ്. ഇനി ഈശോ കുരിശിൽ മരിച്ചപ്പോൾ 2 കള്ളന്മാരെ കൂടെ തറച്ചല്ലോ. അതിൽ നമുക്ക് നല്ല കള്ളൻ എന്ന് പറയുന്നത്, രണ്ടുപേരും കള്ളന്മാരാ. നല്ല കള്ളൻ എന്തുകൊണ്ടാണ്? അത് ദൈവസാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ലൂക്ക 23:39 ലൂക്ക 23:39 കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഈശോ അവനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈശോയെ ദുഷിച്ചു പറയാൻ? അവൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ കുരിശിൽ തറക്കപ്പെട്ടത്. അപ്പോൾ ഇതൊരു ദുഷിച്ച് പറയുക, എന്തിനും ഏതിനും ഇങ്ങനെ ദുഷിച്ച വർത്തമാനം പറയുക, അത് കൂടെ നിൽക്കാത്തതിൻ്റെ ലക്ഷണമാണ്. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം ബർത്തമിയോസ് സൗഖ്യം പ്രാപിക്കുന്ന സമയത്ത് ബർത്തമിയോസ് അവൻ ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. പലരും മിണ്ടാതിരിക്കുക. അവിടെ ഈശോ ഇവനിലൊരു അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്, ഈശോയുടെ കൂടെ ശേഖരിക്കേണ്ടവരാകണ്ടേ. അപ്പോൾ കുറച്ച് പേര് ഇവനോട് വന്ന് പറഞ്ഞു, ഭയപ്പെടണ്ട, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൻ കുതിച്ച് ചാടി ഈശോയുടെ അടുക്കലേക്ക് വരും. അപ്പോൾ ഇവൻ ഉറക്കെ വിളിക്കുമ്പോൾ ഈശോയ്ക്ക് അവനെ സുഖപ്പെടുത്തണമെന്നുണ്ട്. ഈശോ സുഖപ്പെടുത്തുന്ന പ്രോസസ്സിൽ ഒരു ഭാഗമാകാൻ, ഈശോയുടെ കൂടെ ശേഖരിക്കാൻ കുറച്ച് പേർക്ക് സാധിച്ചില്ല. ഇനിയും ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകാൻ വരുമ്പോൾ അവിടെ ഒരു ഫരിസേയനാണ് ഈശോയെ വീട്ടിൽ സ്വീകരിച്ചത്. അപ്പോൾ ഈശോ അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഈ പാപിനിയായ സ്ത്രീ കാല് കഴുകാൻ വേണ്ടി വന്നിരിക്കാം. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക 7:39 അവനെ ക്ഷണിച്ച ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു. സ്വഗതമായി പറയുക എന്ന് പറഞ്ഞാൽ സ്വകാര്യം പറയുക, ഉള്ളിൽ തന്നെ പറയുക, തന്നെ ഇങ്ങനെ പറയുക. സ്വഗതമായി പറഞ്ഞ് ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതോ തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. നമ്മൾ ഇങ്ങനെ പറയും, ചിലപ്പോൾ കേൾപ്പിക്കല,
എന്താണെങ്കിൽ ഒച്ചത്തിൽ പറ എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ പെരുവിർത്തോണ്ടിരിക്കും. ആരും കേൾക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു അസ്വസ്ഥതയാണ്. അത് കൂടെ നിൽക്കാത്തതിൻ്റെ ലക്ഷണമാണ്. കൂടെ നിൽക്കാത്തതിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ സുഖപ്പെടുത്തുമ്പോഴും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ഒരുവൻ പിശാച് ബാധ വിട്ടുമാറി നല്ല കൂളായിട്ട് അവിടെ നിൽക്കുമ്പോൾ കൊള്ളാം ഈശോയെ, നന്നായി ഈശോയെ, അവനെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്നതിന് പകരം അവർ പറയാൻ പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത് എന്ന്. ഇനി വേറെ ചിലർ പറയാണ്, അവനോട് അടയാളം ചോദിച്ചു. പിശാച് ബാധ സുഖപ്പെട്ട അടയാളം പോരെ, അത് കണ്ട പോരെ, പിന്നെയും അടയാളം ചോദിക്കുന്നു. അതാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ. ഇതാണ് കൂടെ നിൽക്കാത്തവർ, കൂടെ നിന്ന് ശേഖരിക്കാത്തവരുടെ ചില ലക്ഷണങ്ങളാണ്. നമ്മളിത് അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഇതിൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മറിയൊക്കെ കൂടെ നിന്ന് ശേഖരിച്ചവരാണ്. അപ്പം ഇങ്ങനെ പത്രോസ് ഇങ്ങനെ ഈശോ ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ പേര് ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ ഈശോ അവരോട് ചോദിക്കും, നിങ്ങൾക്കും പോകണമോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയും, ഞങ്ങൾ എവിടെ പോകാനാണ്, നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ടല്ലോ. ഇത് കൂടെ നിന്ന് ശേഖരിക്കല. ഈശോയ്ക്ക് അയ്യോ മക്കളെ, പോകല്ലേ മക്കളെ എന്ന് കൈയും കാലും പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു വർത്തമാനം. ആഗ്രഹിക്കണം. കാരണം തീരുമാനം നമ്മുടേതാണ്, തീരുമാനം നമ്മൾ എടുക്കേണ്ടതാണ്. പത്രോസ് അത് പറഞ്ഞത് കൂടെ നിന്ന് ശേഖരിക്കുന്നതിന് തുല്യമാണ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ അങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെ കൊടുക്കാനാണ്, പീലിപ്പോസ് പറയും ഇവർക്കുള്ളത് എങ്ങനെ കൊടുക്കാനാണ്, 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്ന് പറയുമ്പോൾ അന്ത്രയോസ് അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യമാണ്. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള കുട്ടി ഇവിടെ ഉണ്ട്. ആ അപ്പം കൊണ്ടല്ലേ ഈശോ അപ്പം വർദ്ധിപ്പിച്ചത്. അത് കൂടെ നിന്ന് ശേഖരിക്കുന്നതാണ്. ഒരു ഐഡിയ, ഒരു കൂടെ നിന്നൊരു സപ്പോർട്ടീവ് ഒരു എലമെൻ്റ്, ഒരു വർത്തമാനം പറയുക, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർത്തമാനം പറയുക. അത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കൂടെ നിന്ന് ശേഖരിക്കുക. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം സ്നാപക യോഹന്നാൻ പറയും, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ യോഹന്നാൻ പോയി ആ സ്നാപക യോഹന്നാൻ കാണിച്ചു തന്ന ആള് ഈശോയെ പോയി കണ്ട് ഈശോയുടെ കൂടെ താമസിച്ച് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പത്രോസിനോട് പറയും, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയും. എന്നിട്ട് പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോകും. അത് കൂടെ നിന്ന് ശേഖരിക്കുന്നതാണ്. ഒരാളെ കൂടി പള്ളി കൊണ്ടുവരിക, ഒരാളെ കൂടി പള്ളി കൊണ്ടുവന്ന് ദൈവ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുക, അത് കൂടെ നിന്ന് ശേഖരിക്കുന്നതാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ച്, നമ്മൾ കർത്താവിൻ്റെ കൂടെ ശേഖരിക്കുന്നവരാണോ? മാമോദീസയിലൂടെ കത്തോലിക്ക വിശ്വാസികളായി ഓരോ കൂദാശകൾ സ്വീകരിച്ചു, എന്നിട്ടും കർത്താവിൻ്റെ കൂടെ ശേഖരിക്കുന്നവരാണോ? നമ്മുടെ സിലബസ് എന്താ? കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ സിലബസ് ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, കുംഭസാരം, ബൈബിൾ പഠനം, വായന, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൽപ്പനകൾ പാലിക്കൽ. ഈ 7 കാര്യങ്ങൾ കൂടെ നിന്ന് ശേഖരിക്കുന്നുണ്ടോ? പകരം ഈ ദൈവിക കാര്യങ്ങളിലെല്ലാം ലോകാരൂപി കയറ്റിവെച്ചില്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ്, 6-ാം പ്രമാണം ലംഘിച്ച ഒരാൾ പറയാണ്, പരസ്പര സമ്മതത്തോടെ ചെയ്താൽ അത് തെറ്റാണോ? 6-ാം പ്രമാണം വ്യഭിചാരം പരസ്പര സമ്മതത്തോടെ ചെയ്താൽ അത് തെറ്റല്ല. അപ്പൊ 6-ാം പ്രമാണം ലംഘിച്ചിട്ടില്ല. ഇത് ലോകത്തിന്റെ ചിന്തയാണ്. ലോകത്തിന്റെ ചിന്ത. ദൈവത്തിന്റെ കൂടെ ശേഖരിക്കുന്നവൻ അങ്ങനെ ഒരു വർത്തമാനം പറയുമോ? പറയില്ല. ദൈവത്തോടുകൂടെ ശേഖരിക്കുക. പള്ളിക്കകത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു കുർബാന സമയത്ത്. ആ പരിശുദ്ധ മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ച് കൂടെ നിന്ന് ശേഖരിച്ചത് കണ്ടോ? നമുക്കതിനുള്ള അവസരമില്ല. നമുക്കതിനുള്ള അവസരമാണ് കൗദാശിക ജീവിതം, കുർബാനർപ്പണം, കുംഭസാരം. കുർബാനർപ്പണത്തിനകത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ നിന്ന് ശേഖരിക്കുന്നുണ്ടോ? കൂടെ നിന്ന് ശേഖരിക്കാതെ
ഇങ്ങോട്ടെല്ലാം ശേഖരിക്കാൻ, കർത്താവിൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ശേഖരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കോ? നടക്കില്ല. കർത്താവിൻ്റെ കൂടെ നിന്ന് ആദ്യം ശേഖരിക്കൂ. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്കെല്ലാം ചേർത്ത് നൽകപ്പെടും. ഇതുവരെ ഒന്നും ശേഖരിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും ശേഖരിച്ച് വെച്ചിട്ടില്ല. കർത്താവിൻ്റെ കൂടെ നിന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച്, ഞാൻ കർത്താവിൻ്റെ കൂടെ നിന്ന് ശേഖരിച്ചോ. തീരുമാനം പോലും കറക്റ്റായിട്ടില്ല. ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നിട്ട് അയാൾ പാപം മാത്രമേ പറഞ്ഞുള്ളൂ. അയാൾ ഒന്നും ചോദിച്ചില്ല, അയാൾക്കൊന്നും ശേഖരിക്കണമെന്നില്ല. കാരണം അയാൾ അപ്പനെ തിരിച്ചറിഞ്ഞു, ദൈവത്തെ തിരിച്ചറിഞ്ഞു, ദൈവത്തെ ശേഖരിച്ചു. ദൈവത്തിൻ്റെ കൂടെ നിന്ന് മൂത്ത മകൻ പിറുപിറുക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല. അതാണ് ശേഖരണം. പിറുപിറുത്തും കുറ്റം പറഞ്ഞും നശിപ്പിച്ച് കളയുന്നതല്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞതാണ് ശേഖരിക്കൽ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7. അതാണ് ശേഖരിക്കുക. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ലൂക്ക 11:23. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം, മറിയത്തോടൊപ്പം ആ ഒരു അരൂപിയിൽ വളരാനുള്ള കൃപ. നമ്മൾ ഈയിടയ്ക്ക് പ്രസിദ്ധമായൊരു ഗാനമാണ്. ആ ഗാനം നമ്മൾ ആ തിരുഹൃദയ സ്നേഹത്തിൽ, വലിയ സ്നേഹത്തിൽ കർത്താവങ്ങൾ നിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പാടുപീടകളേറ്റ് ആ പാവപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി മരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഈശോയോടുകൂടെ ശേഖരിക്കണ്ടേ ആ കനല, ആ സ്നേഹം. അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹം സ്വീകരിച്ച് നമ്മളത് പകർന്നു കൊടുക്കണ്ടേ. കനലോടു ചേരുമ്പോൾ, കനലായി മാറുമ്പോൾ, തവ തിരു സ്നേഹത്തിൻ സ്നേഹമായി തീരാൻ, കനലോടു ചേരുമ്പോൾ, കനലായി മാറുമ്പോൾ, തവ തിരു ഹൃദയത്തിൻ സ്നേഹമായി തീരാൻ, നാളെത്ര നാളായി ആശിപ്പൂ എന്നീശോയെ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്ര നാളായി ഞാൻ ആശിപ്പൂ ഈശോയെ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനോടുകൂടെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന്, കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിന്ന്, കർത്താവിൻ്റെ കൂടെ അനുസരണത്തോടെ നിന്ന്, കർത്താവിനോടുകൂടെ ശേഖരിക്കുന്നവരാകാൻ ഞങ്ങളെയും സഹായിക്കണമേ. തൃക്കൈകളിൽ പൂജമാതങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണ ഈ ഹൃദയാർപ്പണ കൈക്കൊള്ളുവാൻ കണിവാകണമേ. നിൻ ജീവനിൽ വരുന്നാൻ ഒളിയുണ്ണും ഞാനും ബലിവേദിൽ. നിൻ ജീവനിൽ വരുന്നാൻ ഒളിയുണ്ണും ഞാനും ബലിവേദിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഒരു കുന്നു നാളാം തെളിണ്ടിടുവാൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങനെ അങ്ങേ പുത്രൻ്റെ പീഡാസഹന രഹസ്യത്താൽ
ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഭക്തി സ്നേഹത്തോടെ ഞങ്ങൾ പിഞ്ചെല്ലുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുളി,
കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുംവരെ അങ്ങേ മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേർ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണി എങ്ങളിൽ കണ്ണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണി എങ്ങളിൽ കണ്ണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണി എങ്കിൽ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അതുകൊണ്ട് ഇവിടെ നിരോധിച്ചിട്ടുള്ളൊരു കാര്യം ചെയ്തതുകൊണ്ട് അത് അനുഗ്രഹപ്രദമല്ല. നമ്മളിന്ന് സന്ദേശം കേട്ടെന്താ? കർത്താവിനോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവ് ഈശോ മിശിഹായുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിനോടുകൂടെ ശേഖരിക്കുന്നവരാകുമോ? ദുരാചാരങ്ങൾ ചെയ്യുന്നവർ കർത്താവിനോടുകൂടെ ശേഖരിക്കാത്തവരാണ്. അതുകൊണ്ട് കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുക. നമുക്കിപ്പോൾ സമാപന ആശീർവാദത്തിനായി എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.